ദൗത്യം ഇന്നത്തേതും ആരംഭിച്ചിരിക്കുന്നു. ഹെലികോപ്റ്റർ പറന്നുയർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബിജു പങ്കജ്, അങ്ങനെ ദൗത്യം ഇന്ന് കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചിരിക്കുന്നു അല്ലേ? തീർച്ചയായും 8 മണിയോടുകൂടി തന്നെ ദൗത്യം ആരംഭിച്ചു. ആദ്യത്തെ ഘട്ടത്തിൽ പോയത് 6 തെരച്ചിൽ സംഘങ്ങളും അതുപോലെ തന്നെ ആർമി ഡോഗായ കടാവർ ഡോഗുമാണ് ഇന്ന് പോയിരിക്കുന്നത്. ഇന്ന് ഈ തെരച്ചിൽ സംഘത്തിലെ പുതുമുഖം ഈ കടാവർ ഡോഗാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ കടാവർ ഡോഗുമായിട്ടാണ് ദൗത്യസംഘം പോയിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ സംഘമാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഇവർ ആണ് ഇനി പോകാനുള്ളത്. അവർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ ഇവരൂടെ പോകുമ്പോൾ രണ്ടാം ദിവസത്തെ ദൗത്യം തുടങ്ങും എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് 8 മണിക്ക് തന്നെ ഹെലികോപ്റ്റർ ഇവിടുന്ന് പറന്നുയർന്നത്. ഇന്നത്തെ തിരച്ചിലിന് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ ദൂരമാണ്. ഇന്നലെ 4 കിലോമീറ്റർ ദൂരമാണ് ഇവർ തിരച്ചിൽ നടത്തിയത്. ഇന്ന് ഇവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏതാണ്ട് 6 കിലോമീറ്ററാണ്. അങ്ങനെ ഉള്ള ഒരു 10 കിലോമീറ്റർ 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഇന്നലെ തെരച്ചിൽ നടത്തിയപ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ വലിയ ദുർഗന്ധം ഈ മേഖലയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൃതശരീരങ്ങൾ അഴുകിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ ദുർഗന്ധത്തിൻ്റെ വിവരങ്ങൾ ഇവിടെ കിട്ടിയതോടെയാണ് ഇന്ന് തെരച്ചിലിനായിട്ട് ഈ ആർമി നായയുടെ സഹായം കൂടെ തേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നായ മണം പിടിച്ച് അതിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മൃതദേഹം തന്നെയോ ഇവിടെ ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നതാണ് ഇന്നത്തെ തെരച്ചിലിൻ്റെ ലക്ഷ്യം. എന്തായാലും അടുത്ത അല്പസമയത്തിനുള്ളിൽ തന്നെ സൂചിപ്പാറ മേഖലയിലേക്ക് പോയി ഹെലികോപ്റ്റർ തിരിച്ചെത്തി ബാക്കിയുള്ള ഈ സേനാംഗങ്ങളെ കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇനി പോകാനുള്ള സംഘത്തിൽ 2 വനംവകുപ്പിൻ്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും അതുപോലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളും ആർമിയുടെ 2 അംഗങ്ങളുമാണുള്ളത്. നേരത്തെ പോയ സംഘത്തിൽ ഒരു വനംവകുപ്പ് ബീറ്റ് ഓഫീസറെ കയറ്റിയിരുന്നു. കാരണം അവിടെ വനം മേഖലയുണ്ട്, അവർക്ക് ആ മേഖലയിലുള്ള വഴി അറിയാം, അതുപോലുള്ള പ്രദേശങ്ങൾ അറിയാം. അതുകൊണ്ട് ഓരോ സംഘത്തിലും ഓരോ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരെയാണ് കയറ്റിവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സംഘത്തിലും ഒരു ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറും ഉണ്ട്. അതുപോലെ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ SP, അതുപോലെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ 2 ലഫ്റ്റനൻറ്റ് കേണൽമാർ എന്നിവരാണുള്ളത്. ഇന്നത്തെ തിരച്ചിലിൻ്റെ പ്രത്യേകത ഇന്ന് പരമാവധി പ്രദേശങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മണം പിടിച്ച് മൃതദേഹങ്ങളും മറ്റും കണ്ടെത്താനുള്ള വൈദഗ്ധ്യമുള്ള കടാവർ ഡോഗിനെ കൂടി ആർമി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് പോയ ഹെലികോപ്റ്ററുടെ സൂചിപ്പാറ മേഖലയിൽ ഈ തെരച്ചിൽ സംഘങ്ങളെ ഇറക്കിയിട്ടുണ്ടാകും. അല്പസമയത്തുള്ളിൽ തന്നെ തിരിച്ചു വന്ന് ബാക്കിയുള്ള സംഘങ്ങളെ കൂടി കൊണ്ടുപോയാൽ ഇന്നത്തെ 2ാം ദിവസത്തെ ദൗത്യം ഔദ്യോഗികമായി തുടങ്ങും എന്ന് തന്നെ പറയാം. ഇന്ന് പരമാവധി പ്രദേശങ്ങളിലേക്ക് പോവുക, ഈ പ്രദേശങ്ങളിലെ നദീതീരങ്ങൾ തെരച്ചിൽ നടത്തുക. അതുപോലെ ഇന്നലേക്ക് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ തിരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ദുർഘടമായ പ്രദേശമാണ്. പ്രത്യേകിച്ച് മരങ്ങളും അതുപോലെ ഈ വീടുകളുടെ അവശിഷ്ടങ്ങളും ഒക്കെ അതിനിടയിൽ തെരച്ചിൽ നടത്തുക എന്നുള്ള ദുർഘടമായ ഒരു ജോലിയാണ്. പക്ഷേ ഇന്നലെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസും പ്രേക്ഷകർക്ക് കൊടുത്തിരുന്നു. അത്ര സങ്കീർണമായ ഒരു ഭൂപ്രകൃതിയിലൂടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഇന്നത്തെ തെരച്ചിലിനെയും ഈ കാണാതായവരുടെ ബന്ധുക്കളുമൊക്കെ വളരെ പ്രത്യാശയോടെയാണ് കാണുന്നത്. മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളെങ്കിലും കിട്ടിയാൽ അതിലൂടെ DNA പരിശോധനയിലൂടെയൊക്കെ തങ്ങളുടെ ഉറ്റവരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. എന്തായാലും 2ാം ദിവസത്തെ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ബാക്കി ഇവിടെ അവശേഷിക്കുന്ന തെരച്ചിൽ സംഘങ്ങളെ കൂടി ഹെലികോപ്റ്ററിൽ അവിടെ എത്തി. ബിജു പങ്കജ്, ഈ തെരച്ചിലിൽ ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങളോ ലഭിച്ചാൽ അതും എയർലിഫ്റ്റ് ചെയ്യാൻ തന്നെയാണോ സാധ്യത? അതോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ റോഡ് മാർഗം നിലമ്പൂരിലേക്ക് എത്തിക്കാനുള്ള, മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത്? 2 സാധ്യതകളുണ്ട്. ഒന്ന്, അവിടുത്തെ ഏത് മേഖലയിൽ നിന്നാണ് കിട്ടുന്നത് എന്നടിസ്ഥാനമാക്കിയിരിക്കും. റോഡ് മാർഗം വനംവകുപ്പ് ജീവനക്കാരുടെയൊക്കെ ഒരു പങ്കാളിത്തമുള്ളതുകൊണ്ട് റോഡ് മാർഗം കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ എത്തിക്കും. ഇനി അതല്ല, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നൊരു ദുർഘടമായ കാര്യമാണെങ്കിൽ അത് ഹെലികോപ്റ്ററിൻ്റെ സഹായം ഉണ്ടാകും. ഹെലികോപ്റ്റർ ഇവിടെ തന്നെ ലാൻഡ് ചെയ്ത് അതിനുശേഷം മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളോ കിട്ടിയാൽ അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നും
പരമാവധി മേഖലകൾ കവർ ചെയ്യുക, അതുപോലെ തന്നെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. ഈ രണ്ട് ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ ഈ രണ്ടാം ദിവസത്തെ ദൗത്യം തുടങ്ങിയിരിക്കുന്നത്.